നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പം നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളെ നമ്മൾ കാണുന്ന അലീനയും ബാലേന്ദ്രനും കൂടെ സംസാരിക്കണ സമയത്ത് ബാലേന്ദ്രൻ അലീനോട് പറഞ്ഞു, എൻ്റെ പഴയ സ്വഭാവമല്ല, ഇപ്പം എൻ്റെ സ്വഭാവത്തിന് കുറച്ച് നാളുകളായിട്ട് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. നിന്നെ എനിക്ക് മകളായി കിട്ടിയതിന് ശേഷമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അലീന പറഞ്ഞു, ഇത്രയും നാളും എനിക്ക് അച്ഛനെന്ന് പറയാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം എനിക്ക് എല്ലാവരുടെ മുന്നിൽ വിളിച്ചു പറയാം, ഞാൻ അച്ഛൻ്റെ മകളാന്ന്. അച്ഛൻ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. ഓർഫനേജിലൊക്കെ വെച്ച് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓരോ കുട്ടികളും അവരുടെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ പറയുമ്പം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഞാൻ എൻ്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ ബ്രിജിത്ത മമ്മിയോട് ഒന്ന് പറയും. അപ്പം മമ്മി പറയും, അതൊന്നും സാരമില്ല, ദേ മോളുടെ അച്ഛനും അമ്മയൊക്കെ ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കും. ഇന്നല്ലെങ്കിൽ നാളെ മോൾക്ക് ഇങ്ങനെ അച്ഛനും അമ്മയും ഉണ്ടാവും എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഇപ്പം എനിക്കും എല്ലാവരും വിളിച്ചു പറയാം, ഈ ലോകത്തോട് തന്നെ വിളിച്ചു പറയാം എനിക്കൊരു അച്ഛനുണ്ടെന്ന്. അത് കേട്ടപ്പം ബാലേന്ദ്രൻ അലീനയെ ചേർത്ത് പിടിച്ചു. ബാലേന്ദ്രൻ അറിയാം അലീനയുടെ വിഷമം വേദന എന്തായിരുന്നെന്ന്. ഒരുപക്ഷെ തൻ്റെ മക്കൾ പോലും തന്നെ ഇത്രമാത്രം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അവർക്ക് പോലും തന്നെ ഒരു വിലയില്ല, ബബിതയ്ക്കാണെങ്കിൽ രോഹിത്തിനാണെങ്കിൽ പോലും. കാരണം അവർക്കൊരു അച്ഛൻ്റെ വില അറിയത്തില്ലാത്ത പോലെ ഇപ്പം പെരുമാറിക്കൊണ്ടിരിക്കണേ. അച്ഛൻ്റെ സ്നേഹത്തിന് പോലും അവരൊരു വില കൽപ്പിക്കുന്നില്ല. പക്ഷെ ഇവളങ്ങനെയല്ല, ഒരു അച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന മനസ്സാണ് ഇവളുടേത്. ഇവൾ എത്രമാത്രം അവളുടെ അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ബാലേന്ദ്രൻ നന്നായിട്ടറിയാം. താൻ അവളുടെ അച്ഛനല്ല, സ്വന്തം ചോര പോലും അല്ല തൻ്റെ, എന്നിട്ട് പോലും ഇവളെ തന്നെ ഇത്ര കാര്യത്തോടെ സ്നേഹിക്കുന്നുണ്ട്. തനിക്ക് തൻ്റെ മക്കൾ തരാത്ത സ്നേഹം ഇവള് തരുന്നുണ്ട്. അലീനയെ ബാലേന്ദ്രൻ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി എന്നും ഇങ്ങനെ തന്നെയായിരിക്കും, നീ എൻ്റെ മകള് തന്നെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലേ, ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ നീ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ വൈജയന്തിയെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യം ചിലപ്പോൾ നീയായിരിക്കും എനിക്ക് ജനിക്കേണ്ട മകള്. അപ്പം ശരിയല്ലേ എന്ന് ചോദിക്കണം. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഇതേ കരയരുത്, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇനി കരയരുതെന്ന്. ഇതേ കരച്ചിലൊക്കെ തീർന്ന ഇനിയിപ്പം നമുക്ക് സന്തോഷമാണ് വേണ്ടത്. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല. നീ എൻ്റെ മകള് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ളവരെ പോലെ ആയിരിക്കും നിന്നെ ഞാൻ കാണുന്നത്. അല്ലാതെ നീ എൻ്റെ ദത്തുപുത്രയാന്നും പറഞ്ഞ് നിന്നെ ഞാൻ മാറ്റി നിർത്തത്തൊന്നുമില്ല. എല്ലാവരെക്കാളും ഒരുപടി കൂടുതൽ സ്നേഹം നിനക്ക് ഞാൻ തരും. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അങ്ങനൊന്നും വേണ്ടച്ചാ, എല്ലാവരെ പോലെ എനിക്കൊരിറ്റ സ്നേഹം മാത്രം കിട്ടിയാൽ മതി അച്ഛൻ്റെ. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു അച്ഛൻ്റെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ചേർത്ത് പിടിച്ച അലീനയെ ആശ്വസിപ്പിക്കുകയാണ് ബാലേന്ദ്രന്. ഒരു അച്ഛൻ്റെ സ്നേഹം ആദ്യമായിട്ട് അലീനയ്ക്ക് കിട്ടുക. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷം കൊണ്ട് കണ്ണറിഞ്ഞു. ഒരു പക്ഷേ ബ്രിജിത്ത മമ്മി തന്നെ ആർക്കും ദത്ത് കൊടുക്കായിരുന്നു. ഇതുകൊണ്ടായിരിക്കും ഒരച്ഛൻ്റെ സ്നേഹം ഇപ്പം എന്താണെന്ന് താൻ തിരിച്ചറിയുന്നു. അലീനയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അതോടൊപ്പം സന്തോഷമുണ്ട്. ഒരു വശത്ത് വൈജയന്തിയുടെ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ, മറുവശത്ത് ചേർത്ത് പിടിക്കാൻ തന്നെ അച്ഛനുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തനിക്കെതിരെ എന്തൊക്കെ വന്നാലും താൻ അതൊക്കെ നേരിടുമെന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ടായി. അങ്ങനെ അലീന താഴേക്ക് ഇറങ്ങി പോന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനുശങ്കർ ബാലേന്ദ്രനെ വിളിക്കുകയാണ്. ആ സമയം ബാലേന്ദ്രൻ ചോദിച്ചു, എന്തൊക്കെയുണ്ട് അവന് വിശേഷം, ഡ്യൂട്ടി ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഞങ്ങളെ ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുക. അല്ല എന്ത് പറ്റി വിളിക്കാനായിട്ട്? അവിടെ വലിയ അന്താരാഷ്ട്ര സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നറിഞ്ഞല്ലോ, എന്നിട്ട് അങ്കിൾ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞില്ലല്ലോ. അതോ, നിന്നോട് ആര് പറഞ്ഞു? അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും ആൻറ്റി അപ്പം തന്നെ അമ്മയെ വിളിച്ച് പറയുമല്ലോ. അതുകൊണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയുന്നുണ്ട് ഞാൻ. അതുകൊള്ളാം. അല്ല അങ്കിളിന് ഇപ്പോൾ ഒരു മകളും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ. അതെ എനിക്കൊരു മകളും കൂടെ ഉണ്ട്. അല്ല അലീനെ അങ്കിൾ അങ്ങ് ദത്തെടുത്തെന്നൊക്കെ അറിഞ്ഞു. എടാ ദത്തെടുത്തു, അവളെൻ്റെ ദത്തുപുത്രയൊന്നുമല്ല, അവൾ എൻ്റെ സ്വന്തം മകളാന്ന് പറയാണ്. സ്വന്തം മകളാ? അതെ, അവളെൻ്റെ സ്വന്തം മകളാ. അങ്ങനെ വരുമ്പോഴേ ഇനി നിന്റെ മുറപ്പെണ്ണും കൂടെയാ. അങ്കിൾ ആള് കൊള്ളാലോ, അങ്കിള് ഓളടിക്കുവാണല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ്. ഇനി വേണം നിനക്ക് അവളെ കല്യാണം കഴിക്കാം. എൻ്റെ മുറപ്പെണ്ണ് തന്നെ, അല്ല നിന്റെ മുറപ്പെണ്ണ് തന്നെ അവള്. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട, അവളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നല്ല സ്വഭാവമൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ ബബിതയും കൃഷ്ണമോളെയും അതുപോലെ തന്നെ അതേ ഒരു സ്ഥാനം തന്നെ ഞാൻ അവൾക്ക് കൊടുത്തിരിക്കുന്നത്. എൻ്റെ സ്വത്തിലും എൻ്റെ എല്ലാ കാര്യത്തിലും അവൾക്കും അവകാശം ഉണ്ടായിരിക്കും. അതോർത്ത് നീ പേടിക്കണ്ട. ഇനിയിപ്പോൾ ദത്തുപുത്രയാണെന്ന് പറഞ്ഞ് ഞാൻ അവൾക്കൊന്നും കൊടുക്കാതിരിക്കില്ല. എൻ്റെ എല്ലാ സ്വത്തിലും അവൾക്കും അവകാശം ഉണ്ടായിരിക്കും. അത് കേട്ടപ്പം മനു പറഞ്ഞ അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് പറയണ. പിന്നെ അല്ലാതെ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? നീ അറിയാനായിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു. അപ്പോഴേക്കും മനു ചോദിച്ചു, അതെന്താ അങ്കളെ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല. എടാ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നിനക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയണം.
എന്താ അങ്ങളെ അങ്ങനെ പറഞ്ഞ്? പലപ്പോഴും നിന്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ നീ അവളെ കല്യാണം കഴിച്ചോളാൻ. ഇത്ര നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയെ നിനക്കിനി കിട്ടാൻ പോകുന്നില്ല. എൻ്റെ മകളായതുകൊണ്ട് പറയല്ലോ കേട്ടോ. നല്ല അടിപൊളി നല്ല സ്വഭാവ. ഇത് കേട്ടപ്പം മനുഷ്യങ്കൾ ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം അങ്കളെ. പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ സ്വഭാവം അറിയാലോ. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെനിക്കറിയാം. അവർ മുട്ടപ്പത്തിൽ എടുത്തോണ്ട് വരുമല്ലേ എന്ന് ചോദിക്കണം. അതൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്കിളിന് എൻ്റെ സ്വഭാവം അറിയാലോ. ഞാൻ പണത്തിനും പ്രതാപത്തിനും ഒന്നുമല്ല അന്നൊന്ന് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. എനിക്ക് നല്ലൊരു കുട്ടിയെ ഞാൻ എപ്പോഴും മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് മനു ചോദിച്ചു, അല്ല ഇപ്പം എങ്ങനെയുണ്ട് ആൻറ്റിയുടെ സ്വഭാവത്തിൽ വല്ല മാറ്റം വന്നോ? എവിടെന്ന്? മൂഷാശ്രീ പിന്നെയും മൂഷാശ്രീ എന്ന് പറഞ്ഞോണക്ക അവളുടെ സ്വഭാവം. അത് മാറാൻ പോകുന്നില്ല. ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥതയെ സമാധാനം നശിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടാ മനു. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അത് നന്നായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക. ഇത് കൊള്ളാലോ. ഇപ്പൊ ഭയങ്കര തത്വങ്ങളൊക്കെ ആണല്ലോ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ. അതെ, അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ അലീന വന്നോട് കൂടിയിട്ട് എനിക്ക് പല മാറ്റങ്ങളും ഉണ്ടായി. അവള് പല കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു വന്നു. അത് കൊള്ളാം. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു അവൾ ആളും മിടിക്കാന്നുള്ള കാര്യം. അല്ല, അങ്കിള് വീണ്ടും അവളെ കൊണ്ട് കൈ പിടിച്ചങ്ങോട്ട് എന്ന് കഴിഞ്ഞപ്പം ആൻറ്റി കോളുകളൊക്കെ സൃഷ്ടിച്ചില്ലേ? പിന്നെ സൃഷ്ടിച്ചില്ലേന്നോ? മാക്സിമം നല്ല സമരപരിപാടികളുമായിട്ട് അവൾ മുന്നോട്ട് നീക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെല്ലാം പ്രതിരോധിച്ച് നിൽക്കുക. എൻ്റെ വീട്, എൻ്റെ ഇഷ്ടം, അതിൽ ഞാൻ അവളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നിൽക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം ഇത്തിരി ഒന്ന് പത്തി അടക്കി നിർത്തുക. എത്ര നാളത്തേക്കാണെന്നറിയത്തില്ല. ഇനിയിപ്പോൾ അടുത്ത കോളുകളൊക്കെ കൊണ്ട് വരുന്ന എന്നാന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സമയം അവർ സംസാരിച്ചതിന് ശേഷമാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. മനുഷ്യങ്ങോട്ട് ഭയങ്കര സന്തോഷം തോന്നി. മനുഷ്യങ്കറിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അലീനയുടെ മുഖം ഓർമ്മ വന്നു. അല്ലെങ്കിലും അവളെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് എന്തോ ഒരു അടുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു. താനും അവളും തമ്മിൽ എന്തോ ഒരു മുൻജന്മ ബന്ധമുള്ള പോലെ. എന്ത് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ എന്നൊരു മനസ്സിലൊരു ചിന്തയും വന്നായിരുന്നു. അവളെ തനിക്ക് ഇഷ്ടമാണ്. അതറിഞ്ഞ പോലെ തന്നെയാണ് അങ്കിള് തന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം മനുഷ്യങ്ങളുടെ സന്തോഷം തോന്നി. ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും താൻ അവളെ സ്വന്തമാക്കും. മനുഷ്യങ്ങളുടെ മനസ്സിൽ ഇത്രയും കൂടി ഒരു ഇഷ്ടം അലീനയോട് കൂടുകയാണ് ചെയ്തത്. ഈ സമയത്ത് ബബിതയും രോഹിത്തും വൈജയും കൂടെ സംസാരിക്കുകയാണ്. അപ്പം രോഹിത്ത് വൈജയോട് പറഞ്ഞു, അമ്മേ ഒരു കാരണവശാലും ഇനി വൈകുന്നേരം കൃഷ്ണയെ കൊണ്ട് അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിപ്പിക്കരുത്. അലീന ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം അവൾ കഴിക്കാൻ പാടില്ല. ആ സമയം ബബിത പറഞ്ഞു, നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കേൾക്കുമോ? കേൾപ്പിക്കണം. അമ്മ പിന്നെ എന്തിനാ ഇരിക്കുന്നേ? അമ്മയ്ക്ക് അവളെ എതിർത്തുകൂടെ? എടാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ എന്നെ എതിരിടാനായിട്ട് വരും. അമ്മേ, അങ്ങനെ എതിരിട്ടിട്ടൊന്നും കാര്യമില്ല. അമ്മ ശക്തമായിട്ട് എതിർക്കണം. അമ്മയോടൊപ്പം ഞങ്ങളുണ്ടല്ലോ, ഞാനും ബബിതയുണ്ട്. അമ്മ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് നീക്കോളാനൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം വയജ പറഞ്ഞു, ഞാൻ നോക്കട്ടെ ഇന്നെന്തേലുമൊക്കെ സംഭവിക്കുമെന്നൊക്കെ പറയണം. അങ്ങനെ പതിവ് പോലെ തന്നെ അലീന വൈകുന്നേരം ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ട് വെക്കണം. ഈ സമയം വൈജയന്തി അടുക്കള കയറിയിട്ട് വൈജയന്തിക്ക് ആവശ്യമുള്ള ആഹാരങ്ങളൊക്കെ വൈജയന്തി ഉണ്ടാക്കി. വൈജയന്തിക്കും മക്കൾക്കും കഴിക്കാനുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി. അലീന പറഞ്ഞിട്ടൊന്നും വൈജയന്തി കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല. വൈകുന്നേരം അത്താഴം കഴിക്കാനായിട്ട് അവരൊക്കെ ഇരിക്കുകയാണ്. കൃഷ്ണയും ബബിതയും രോഹിത്തും വൈജയും കൂടെ ഇരുന്നു. അങ്ങനെ വൈജ ആഹാരം വിളമ്പിയ സമയത്ത് കൃഷ്ണമോൾ എന്ത് ചെയ്തു? അലീന ഉണ്ടാക്കിയ ആഹാരമൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. കറിയൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും രോഹിത്ത് പറഞ്ഞു, ദേ കൃഷ്ണ വേണ്ട കേട്ടോ, നിന്നോട് ഒരു തവണ പറഞ്ഞു, ഉച്ചയ്ക്ക് പറഞ്ഞ് അതെടുത്ത് കഴിക്കരുതെന്ന്. ഇത് കേട്ടപ്പോൾ കൃഷ്ണ പറഞ്ഞു, അല്ല രോഹിത്തേണ്ണന് വേണമെങ്കിൽ രോഹിത്തേണ്ണന് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൂടെ? എനിക്കിഷ്ടമുള്ള ആഹാരം ഞാൻ കഴിക്കണേ. എനിക്ക് അമ്മ ഉണ്ടാക്കിയ കറികളൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് അലീന ചേച്ചി ഉണ്ടാക്കുന്ന കറിയെ ഇഷ്ടം. എൻ്റെ ചേച്ചി ഉണ്ടാക്കിയ കറി ഞാൻ കഴിക്കും. അത് കൂട്ടി ഞാൻ കഴിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രോഹിത്തിൻ്റെ ദേഷ്യമായി. രോഹിത്ത് പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ? അന്നൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് പറഞ്ഞു, വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വരില്ല രോഹിത്തേട്ടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. രോഹിത്തേട്ടന് വേണ്ട ആഹാരം കഴിച്ചിട്ട് പോകാൻ നോക്ക്. എനിക്കിഷ്ടമുള്ള ഞാൻ കഴിക്കുമെന്ന് പറയണം. ഓ അങ്ങനെയാണ്, നീ ഒന്ന് കഴിക്കുന്ന എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അന്ന് ഒന്ന് കാണട്ടെന്ന് പറയണം. പെട്ടെന്ന് രോഹിത്തിന് ദേഷ്യം വന്നിട്ട് രോഹിത്ത് എന്ത് ചെയ്തു? ആ കൃഷ്ണമോള് കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് തട്ടി ഒരു ഒറ്റ ഏറടഞ്ഞു അങ്ങോട്ട്. ആ സമയത്താണ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഒച്ച കേട്ടോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നോക്കി കഴിഞ്ഞപ്പം കൃഷ്ണ കഴിക്കുന്ന പ്ലേറ്റ് താഴെ കിടക്കുന്നു. ബാലേന്ദ്രൻ കൂടെ ഇറങ്ങി വന്നു. എന്താന്ന് ചോദിക്കുകയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അതെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് രോഹിത്തേട്ടൻ തട്ടിക്കളഞ്ഞു. അത് അലീന ചേച്ചി ഉണ്ടാക്കുന്ന കറികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് അതാ അച്ഛൻ ഇഷ്ടം. ഞാൻ അതാ കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് തട്ടി എറിഞ്ഞാന്ന് പറയണം. ഒട്ടും അടിച്ചില്ല. ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നു. രോഹിത്തിനെ അങ്ങോട്ട് പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് കാരണം തീർത്ത് രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിക്കണം. അഹങ്കാരി, നിനക്ക് ഇത്ര അഹങ്കാരമോ? നീ ആരാന്നാ നിന്റെ വിചാരം?
അവനോന് ഇഷ്ടമുള്ള ആഹാരം അവനും കഴിച്ചണം. കൃഷ്ണയുടെ കാര്യത്തിൽ കൃഷ്ണ എന്ത് കഴിക്കണം വേണ്ടെന്ന് കൃഷ്ണയാ തീരുമാനിക്കുന്നത്, നീയല്ല. നിനക്ക് ഇഷ്ടമുള്ളത് വേണം, നീ കഴിച്ചിട്ട് പൊക്കണം. നിന്റെ തള്ള ഉണ്ടാക്കി തരുന്ന നിനക്ക് ഇഷ്ടമെങ്കിൽ അത് വേണമെങ്കിൽ ഞണ്ണിട്ട് എഴുന്നേറ്റ് പൊയ്ക്കണം. പിന്നെ മേലാൽ ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കാൻ വന്നോണ്ടല്ലോ. ഇത് ബാലേന്ദ്രൻ അധ്വാനിച്ചുണ്ടാക്കിയതാ നീ ഇപ്പൊ ഈ തട്ടി എറിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വില നിനക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ ഒരു നേരത്തെ ആഹാരമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ടുപഠിക്കണം. അതെങ്ങനെയാ, നിനക്കൊക്കെ എല്ല് കുത്തിയിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ എടുത്തിട്ട് കുടയുവാണ്. ആ സമയത്ത് വൈജയന്തി ഞെട്ടിപ്പോയി. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, അവനവന് ആവശ്യമുള്ള ആഹാരം അവനവൻ ഉണ്ടാക്കി കഴിക്കുവോ അല്ലെങ്കിൽ എടുത്ത് കഴിക്കുവോ എന്തെങ്കിലും ചെയ്യണം. മറ്റുള്ളവർ കഴിക്കുന്ന എന്താണെന്ന് അതിനകത്ത് നോക്കാനോ അതിനകത്ത് അഭിപ്രായം പറയാനോ പോകേണ്ട കാര്യമില്ല. ഇപ്പം ഈ കിട്ടിയത് രോഹിത്തിനാണ്, ഇനി കിട്ടാൻ പോകുന്ന വേറെ പലർക്കും ആയിരിക്കും. ഇതെൻ്റെ അവസാന താക്കീത, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. രോഹിത് വല്ലാതെ ഞെട്ടിത്തിരിച്ചിരിക്കുക. നിന്നെ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണ്ട, നിന്റെ കയ്യിലിപ്പ് വെച്ച് അതാ ചെയ്യേണ്ട ഞാൻ. പക്ഷേ തൽക്കാലത്തേക്ക് ഞാനത് ചെയ്യുന്നില്ല. ഇനി ഇത് ആവർത്തിച്ചാണ്ടല്ലോ ഇതൊന്നും ആയിരിക്കില്ല. ബാലേന്ദ്രൻ്റെ മറ്റൊരു സ്വഭാവം നീയൊക്കെ കാണും. കളിച്ച് നീയൊക്കെ കൂടുതൽ അങ്ങോട്ട് അധിക പ്രസംഗം കാണിക്കുമല്ലേ. ഇതേ നെടുമ്പൊരിക്കൽ വീട്ടിൽ ബാലേന്ദ്രൻ്റെ വീടാ. ഇവിടെ തീരുമാനം എടുക്കുന്ന ബാലേന്ദ്രനാ, അല്ലാതെ നിന്റെ ഒന്നും അമ്മയല്ല എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി. രോഹിത് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോയി. എല്ലാവരുടെയും കഴിപ്പ് അതോടുകൂടി മുടങ്ങി. ആ സമയത്ത് അലീനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അലീന ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി അങ്ങോട്ട് വന്നു. വൈജയന്തി വന്ന് അലീനയോട് പറഞ്ഞു, ഇപ്പം നിനക്ക് സമാധാനമായല്ലോ, സന്തോഷമായില്ലേ? സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന വീടാ ഇപ്പം നീ വന്നിത് കുട്ടിച്ചോറാക്കി. നീ എന്നീ വീട്ടിലേക്ക് കാലൂത്തിയോ അന്ന് തുടങ്ങിയതാ ഈ കുടുംബത്തിന്റെ കഷ്ടകാലം. സന്തോഷിക്കടി, നീ നന്നായിട്ട് അങ്ങോട്ട് അർമാദിക്ക് എന്നൊക്കെ അലീനയോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അലീന പറഞ്ഞു, മാഡം എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എല്ലാത്തിനും കാരണം മാഡം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കൃഷ്ണമോൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കൃഷ്ണമോള് കഴിക്കട്ടെ, അതിനെന്തിനാ മാഡം അവരൊക്കെ തടയാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ടല്ലേ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. ആ സമയത്താണ് രോഹിത ആഹാരം തട്ടിക്കളഞ്ഞത്. അതുണ്ടാക്കുന്നതിന്റെ വില മാഡത്തിന് അറിയാവില്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷെ സാറിനറിയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു, നീ കൂടുതൽ ആളാവാൻ നോക്കണ്ടേ, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് എന്ന് പറഞ്ഞു. മാഡത്തിന് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളവർ ചെയ്തു, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു അലീന വിട്ടുകൊടുത്തില്ല. അലീന നല്ല ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ വരാട്ടോ. നെക്സ്റ്റ് വീക്ക് പ്രമോയ വരുന്നത്. അപ്പോൾ അതിനകത്ത് ബാലേന്ദ്രൻ നല്ല ഇടിവിട്ട് പണി കൊടുക്കുന്നുണ്ട് വൈജയന്തിക്കിട്ടൊക്കെ. ഇത്രയും ദിവസം കണ്ടുപോലെയല്ല, ബാലേന്ദ്രൻ്റെ സംഹാര താണ്ഡവമാണ് ഇനി കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.